കുന്നേൽ ഉണ്ണിമിശിഹ ദേവാലയം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കാത്ത ആരും തന്നെ എൻ്റെ മുൻപിൽ ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അനേകം തീർത്ഥാടകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന കുന്നേൽ ഉണ്ണിമിശിഹ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കേരള സഭാ ചരിത്രത്തിൽ അതിപ്രാധാന്യം അർഹിച്ചിട്ടുള്ള ആലങ്ങാടിന്റെ ഹൃദയഭാഗത്താണ്. കുന്നേൽ പള്ളിയുടെ പ്രത്യേകതകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചരിത്ര വസ്തുതകളെക്കുറിച്ചും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് കുന്നേൽ പള്ളി നിലകൊള്ളുന്ന സ്ഥലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കന്നുകാലികളെ മേയിച്ചിരുന്ന ഒരു ചെറിയ വനമായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അക്കാലത്ത് കന്നുകാലികളെ മേയിച്ചിരുന്ന ഇടയ ബാലന്മാരുടെ സുഹൃത്തായി ഒരു താപസൻ അവിടെ വസിച്ചിരുന്നു. കുട്ടികൾ മുത്തപ്പൻ എന്ന് പേരിട്ട് വിളിച്ചിരുന്ന അദ്ദേഹം മരിച്ചപ്പോൾ ഈ കുന്നിലാണ് അടക്കം ചെയ്തത്. ഒരിക്കൽ ഈ കുന്നിൽ അസാധാരണമായ ഒരു ദീപ്തി കണ്ടതിനെ തുടർന്ന് ആലങ്ങാട് പള്ളി വികാരിയും നിവാസികളും ഇവിടെ എത്തിയപ്പോൾ മുത്തപ്പനെ അടക്കം ചെയ്ത സ്ഥലത്ത് ഉണ്ണീശോയുടെ ഒരു അത്ഭുത രൂപം കാണാനിടയായി. അവർ അത് ആലങ്ങാട് പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചുവെങ്കിലും അവിടെ നിന്നും ആ രൂപം അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. അന്വേഷണത്തിനൊടുവിൽ മുത്തപ്പനെ അടക്കം ചെയ്ത അതേ സ്ഥലത്ത് നിന്ന് തന്നെ ആ രൂപം കണ്ടുകിട്ടുകയുണ്ടായി. അങ്ങനെ 1781 കുന്നേൽ ഒരു ദേവാലയം പണിയുകയും പ്രസ്തുത രൂപം ആ പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. അതെ, കുന്നേൽ പള്ളിയുടെ അൾത്താര ആ രൂപം കണ്ടുകിട്ടിയ സ്ഥലത്താണ് നിലകൊള്ളുന്നത്. ഏറെ പ്രത്യേകതകളോട് കൂടിയ ആ രൂപം കേരളത്തിലെ മറ്റൊരു പള്ളിയിലുമില്ല. പരമ്പരാഗതമായി 3 നോമ്പ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് ഉണ്ണീശോയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. കുന്നേൽ പള്ളിയിലെ പ്രധാന വഴിപാടാണ് തമുക്ക് നേർച്ച. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടയ ബാലന്മാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ധാന്യപ്പൊടിയും കാട്ടിൽ നിന്ന് കിട്ടിയിരുന്ന പഴവർഗ്ഗങ്ങളും ചേർത്ത് കുഴച്ച് മുത്തപ്പനോട് ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ച് അതിന്റെ 1/3 വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഭക്തജനങ്ങൾ ഇന്ന് തമുക്ക് നേർച്ച വഴിപാടായി ഉണ്ടാക്കുന്നത്. ഇതുകൂടാതെ ഉണ്ണിയും പാളയും, അമ്പെഴുന്നള്ളിപ്പ്, അടിമ സമർപ്പണം, ഉടുപ്പ് നേർച്ച, മോതിരം നേർച്ച, നേർച്ചക്കഞ്ഞി വിതരണം, ശിശു സമർപ്പണം, പാളയം കയറും എന്നിവയും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട പ്രധാന വഴിപാടുകളാണ്. ഓരോ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് കൈക്കുഞ്ഞുങ്ങളുമായി ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഉണ്ണീശോയിലുള്ള വിശ്വാസത്തിന്റെയും ഉണ്ണീശോ നൽകുന്ന നിരവധി അനുഗ്രഹങ്ങളുടെയും നേർക്കാഴ്ചയാണ്. ഉണ്ണീശോയുടെ അനുഗ്രഹങ്ങൾ ഏവർക്കും പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.